നമസ്കാരം. ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എക്സാലോജിക്കിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കാൻ നീക്കമെന്ന് CPIM. വീണ വിജയന്റെ കരാർ നിയമപരമാണ്. പിണറായി വിജയന്റെ മകൾ ആയതുകൊണ്ടാണ് ഈ പ്രശ്നമെന്നും വസ്തുതകളല്ല പുറത്തുവരുന്നതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുള്ള നീക്കമാണ്. മാധ്യമങ്ങൾ പുകമറ സൃഷ്ടിക്കുന്നുവെന്നും മുഖ്യമന്ത്രിയെ എങ്ങനെ ബന്ധിപ്പിക്കണമെന്നാണ് മാധ്യമങ്ങൾ നോക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകൾക്കു വേണ്ടി തൃശൂർ ലോക്സഭാ മണ്ഡലം CPM കുരുതി കൊടുക്കുമെന്ന ആരോപണവുമായി കെ മുരളീധരൻ MP. മോദിക്ക് മുന്നിൽ മുഖ്യമന്ത്രി അനുസരണയുള്ള കുട്ടിയായി മാറി. CPM BJP അന്തർധാര ഇതോടെ തെളിഞ്ഞുവെന്നും കെ മുരളീധരൻ ആരോപിച്ചു. കേന്ദ്രത്തിനെതിരായ സമരത്തിൽ UDF പങ്കെടുക്കുന്നില്ലെന്ന് അറിയിച്ച് മുഖ്യമന്ത്രിക്ക് കത്തയച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ധനപ്രതിസന്ധിക്ക് കാരണം കേന്ദ്രത്തിന്റെ അവഗണന എന്നതിനോട് യോജിക്കാനാവില്ല. ധനപ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ ധൂർത്തും അഴിമതിയുമാണ്. സർക്കാരുമായി ചേർന്ന് സമരത്തിനില്ലെന്ന് UDF അറിയിച്ചു. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘപരിവാറും തമ്മിലുള്ള സെറ്റിൽമെന്റിന്റെ ഇടനിലക്കാരൻ കേന്ദ്രമന്ത്രി V മുരളീധരനാണെന്ന് VD സതീശൻ ആരോപിച്ചു. മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് വീണ്ടും ED നോട്ടീസ്. മസാല ബോണ്ട് കേസിൽ ഈ മാസം 22-ന് ഹാജരാകണം. കൊച്ചി ഓഫീസിലാണ് രാവിലെ 11 മണിക്ക് ഹാജരാകേണ്ടത്. നേരത്തെ ഐസക്കിന് ED നോട്ടീസ് നൽകിയിരുന്നെങ്കിലും CPM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കേണ്ട സാഹചര്യം ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഹാജരായില്ല. കിഫ്ബിക്കായി ധനസമാഹരണത്തിനു വേണ്ടി മസാല ബോണ്ട് വാങ്ങിയതിൽ ഫെമ ലംഘനം ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ED അന്വേഷണം തുടങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്നാലെ മുതിർന്ന BJP നേതാക്കളും പ്രചാരണം കൊഴുപ്പിക്കാൻ കേരളത്തിലേക്ക്. അമിത്ഷാ, യോഗി ആദിത്യനാഥ്, നിർമ്മല സീതാരാമൻ എന്നിവർ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ ഭാഗമാകും. തലസ്ഥാനത്ത് അമിത്ഷായും പാലക്കാട് യോഗി ആദിത്യനാഥും പങ്കെടുക്കും. മറ്റു പാർട്ടികളിൽ നിന്നും നിരവധി പേർ യാത്രയിൽ BJP അംഗത്വം സ്വീകരിക്കുമെന്നും പാർട്ടി അവകാശപ്പെട്ടു. ബിൽക്കിസ് ബാനു കേസിൽ കീഴടങ്ങാൻ സാവകാശം തേടി പ്രതികൾ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി. 6 ആഴ്ച വരെ സമയം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ടാണ് 3 പ്രതികൾ ഹർജി നൽകിയത്. മതിയായ കാരണങ്ങൾ ഇല്ലാത്തതിനാൽ ഹർജി തള്ളുന്നുവെന്ന് BV നാഗരത്ന അറിയിച്ചു. ഈ മാസം 21-ന് കീഴടങ്ങണമെന്നാണ് സുപ്രീം കോടതി ഉത്തരവ്. TN പ്രതാപനെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി K രാജൻ. TN പ്രതാപൻ അനാവശ്യമായി BJPയെ ഉയർത്തിപ്പിടിക്കുകയാണെന്നാണ് വിമർശനം. ചുവരെഴുതരുതെന്ന് പ്രതാപൻ പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത അണികളാണ് തൃശൂരിലുള്ളത്. ആ അണികളോട് പ്രതാപന് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ കേൾക്കുമെന്നും K രാജൻ. KSRTCയുടെ ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണെന്നും ഇനി വാങ്ങില്ലെന്നുമുള്ള ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനത്തെ പരോക്ഷമായി വിമർശിച്ച് VK പ്രശാന്ത് MLA. ഇലക്ട്രിക് ബസ്സുകൾ നയപരമായ തീരുമാനമാണെന്നും നഗരവാസികൾ ഇതിനോടകം സ്വീകരിച്ചെന്നും പ്രശാന്ത് പറഞ്ഞു. ഈ സർവീസുകൾ ലാഭകരമാക്കുകയും കൃത്യമായ മെയിൻ്റനൻസ് സംവിധാനം ഒരുക്കുകയുമാണ് KSRTC ചെയ്യേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിന് ജാമ്യം. ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്താണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. നേരത്തെ നൽകിയ ഇടക്കാല ജാമ്യം കോടതി സ്ഥിരമാക്കുകയായിരുന്നു. കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം ലഭിച്ച ശിവശങ്കർ കഴിഞ്ഞ വർഷം ആഗസ്റ്റിലാണ് കാക്കനാട് ജില്ലാ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. കോഴിക്കോട് സ്വിസ് ബാങ്ക് എന്ന സ്ഥാപനത്തിന്റെ പേരിലുള്ള തട്ടിപ്പിൽ ഭാര്യ ഷർഫുന്നിസ പ്രതിയായത് ഗൂഢാലോചനയുടെ കൃത്യമായ തെളിവെന്ന് T സിദ്ദിഖ് MLA. കേസ് രാഷ്ട്രീയ പ്രേരിതമാണ്. ഭാര്യ സ്വമേധയാ അവിടെ നിന്നും രാജിവെച്ചതാണ്. രാജിക്ക് ശേഷം അവിടെ പോയിട്ടില്ലെന്നും CCTVയിൽ പരിശോധിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. പരാതി കൊടുത്തിരിക്കുന്ന വ്യക്തിയെ ഇതുവരെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ലെന്നും T സിദ്ദിഖ് പറഞ്ഞു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ എതിർപ്പറിയിച്ച് കോൺഗ്രസ്. ഉന്നതതല സമിതിക്ക് കത്തയച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണെന്നും കത്തിൽ പറയുന്നു. പ്രധാനമന്ത്രിക്കെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകളുമായി റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ്. സംസ്ഥാനങ്ങളുടെ നികുതി വെട്ടിക്കുറയ്ക്കാൻ നരേന്ദ്രമോദി ശ്രമം നടത്തി. സംസ്ഥാന ഫണ്ട് വെട്ടിക്കുറയ്ക്കാൻ ധനകാര്യ കമ്മീഷനുമായി പിൻവാതിൽ ചർച്ച നടത്തിയെന്നും PMO മുൻ ജോയിന്റ് സെക്രട്ടറി BVR സുബ്രഹ്മണ്യം വെളിപ്പെടുത്തലുകൾ നടത്തി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം പുനഃസ്ഥാപിച്ചതിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി. ഇത്തരം ഹർജികൾ കോടതിയുടെ സമയം പാഴാക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഹർജിക്കാരന് 1 ലക്ഷം രൂപ പിഴയും ചുമത്തി. പാർലമെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്രയെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഒഴിപ്പിച്ചു. ലോക്സഭാ അംഗത്വം റദ്ദാക്കിയതിനെ തുടർന്ന് ഡൽഹിയിലെ ബംഗ്ലാവ് ഒഴിയാൻ എസ്റ്റേറ്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരുന്നു. ഈ നോട്ടീസിനെതിരെ മഹുവ സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളി. ഇതേ തുടർന്നാണ് എസ്റ്റേറ്റ് ഡയറക്ടറേറ്റ് നടപടി.
അർജന്റീന ടീമിന്റെ സൗഹൃദ മത്സരത്തിൽ ലയണൽ മെസ്സി പങ്കെടുക്കുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ. അടുത്ത വർഷം മെസ്സി കേരളത്തിലെത്തുമെന്ന് മന്ത്രി പറഞ്ഞു. മലപ്പുറത്തെ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടന മത്സരം നടത്താനാണ് ആലോചനയെന്നും മന്ത്രി പറഞ്ഞു. ഫുട്ബോൾ പരിശീലനത്തിന് അർജന്റീനയുമായി ദീർഘകാല കരാർ ഒപ്പിടും. 2025 മത്സരം. മലപ്പുറത്തെ സ്റ്റേഡിയം പൂർണ്ണ സജ്ജമാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി.